ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു ഉച്ചയൂണ് റെഡിയാക്കിയാലോ? ഇത് നമ്മുടെ അടുക്കളയുടെ പുറകിലുള്ള ചെറിയൊരു പച്ചക്കറിത്തോട്ടമാണ്. ഇതിൽ എനിക്ക് പയർ, വെണ്ട ഇത് മാത്രമേ ഉള്ളൂ. വെണ്ട ഉണ്ടായി തുടങ്ങണേ ഉള്ളൂ. പയറിൽ നിന്ന് എനിക്ക് ഒരു ചെറിയ തോരൻ ഉണ്ടാക്കാനുള്ള പയറെല്ലാം കിട്ടാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പയർ. ഞാൻ കുറച്ച് പയറെല്ലാം പറിച്ചെടുത്തു. ഉള്ളിയും മുളകും മൂപ്പിച്ചെടുത്ത് അതിലോട്ട് പയറും ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടാണ് ഞാൻ പയർ വേവിക്കാൻ വച്ചേക്കുന്നത്. അതവിടെ ഇരുന്ന് വേവുന്ന നേരത്ത് നമുക്ക് ഒരു മുട്ട കൂടി പൊരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊരു പാനിലോട്ട് വച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴന്നു വന്നതിന് ശേഷം ഞാൻ മുട്ട ഇവിടെ അടിച്ച് വെച്ചിട്ടുണ്ട്. മുട്ടയിൽ കുറച്ച് മുളക് പൊടി, ഉപ്പും എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആ സവാള ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ മുട്ടയുടെ എല്ലാ ഭാഗത്തും ആ സവാള എത്തില്ല. അതുകൊണ്ട് ആ വഴറ്റിയ സവാള നമ്മൾ മുട്ടയിലോട്ടിട്ട് മുട്ടയിൽ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് പാനിലോട്ടിടാം. അതിനുശേഷം അത് പതിയെ ഇവിടെ ചെറിയ തീയിലിരുന്ന് ഒന്ന് വേവട്ടെ. നമുക്കതിന് ശേഷം അത് പതിയെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 വശവും വേവിച്ച് കൊടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ പയർ ഇവിടെ ഒരുവിധം റെഡി ആയി കഴിഞ്ഞു. നമ്മുടെ വെള്ളം എല്ലാം വറ്റി പയർ വേവുകയും ചെയ്തിട്ടുണ്ട്. പയർ തോരൻ നമുക്കപ്പോൾ റെഡിയാണ്. അപ്പോൾ നമ്മുടെ പയർ തോരനും മുട്ടയും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ചോറ് വിളമ്പാം. അപ്പോൾ നമുക്ക് ഓൾറെഡി സാമ്പാർ ഉണ്ടായിരുന്നു കറിയായിട്ട്. അപ്പോൾ സാമ്പാറും നല്ല കുത്തരി ചോറും പയർ തോരനും മുട്ട പൊരിച്ചതും അച്ചാറുമാണ് ഇന്നത്തെ കറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കറികൾ. നമുക്കിനി ചോറുണ്ണാം. താങ്ക് യു.